ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നൈറ്റിയുടെ ക്ലോത്തിലാണ് ആ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ പോണത്. ഞാനിതവിടെ നൈറ്റി നമ്മൾ സാധാരണ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നെക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് ഈ ഒരു നെക്ക് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നൈറ്റിയുടെ ക്ലോത്ത് ഇതവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് നെക്കിന് ഒരു പീസ് വെച്ച് മറക്കുമല്ലോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള തുണി ഇതിനോട് മാച്ചായിട്ട് വരുന്നൊരു തുണി നോക്കിയിട്ട് എടുത്തതാണ്. സാധാരണ എല്ലാവരും ചുരിദാറിലാണ് ഈ ഒരു നെക്ക് ചെയ്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് നൈറ്റിയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഒരു ഭാഗം കുറച്ച് ഗ്ലേസിങ് ഉള്ളൊരു ഭാഗം ഉണ്ടാവും. അവിടെയാണ് നമ്മുടെ തുണിയായിട്ട് ഒട്ടിക്കേണ്ടത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ മാർക്കിങ്ങൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ ഒരു നെക്കിന് വേണ്ട മാർക്കിങ്ങുകൾ എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ 3 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വരച്ച് കൊടുക്കാം. ഇവിടെ നമ്മളിത് ഒരു 1/2 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് കഴിച്ചിട്ട് ഒരു 2 ഇഞ്ചാണ് ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ഇവിടേക്ക് വീതി കൊടുക്കുന്നത്. മൊത്തം ഞാനിപ്പോൾ ഒരു 5 ഇഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 ഇഞ്ച് കിട്ടും. ഇനി ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആ 7 ഇഞ്ചും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ് മൊത്തം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ലെങ്ത്തായിട്ട് 9 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 ഇഞ്ചാണ് എടുക്കുന്നത്. വിഡ്ത്തായിട്ട് മൊത്തത്തിൽ 10 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് ഇതേപോലെ ഇവിടെ നിന്ന് ഒന്ന് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ 5 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യാം. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ഒരു പിൻ കുത്തി കൊടുക്കുകയാണ് ഇനി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതും കൂടെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് കിട്ടുക. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിൽ ഇപ്പോൾ മടക്കിയ ഭാഗം ഇവിടെ ഒരു ലൈൻ പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ 2 ഭാഗത്തേക്കും ഒരു 4 ഇഞ്ച് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 4 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് വീതി കുറച്ച് കൊടുന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഈ ഒരു പോയിൻ്റ് വരുന്നത് 7 ഇഞ്ചിൻ്റെ. അവിടെ നിന്ന് ഒരു പോയിൻറ്റിലും കുറവായിട്ടൊരു മാർക്കിങ്ങാണ് ഇത്. ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് വരച്ചു കൊണ്ടിരുന്നത്. കറക്റ്റ് ഈ ഒരു പോയിന്റിൽ കൊടുന്ന് നിർത്തിയാൽ നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പോയിന്റിൻ്റെ ഉള്ളിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മളത് ഈ ഒരു രീതിയിലൊന്ന് വരച്ചെടുക്കുകയാണ്. ഇത് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ആണ്. അവിടെ നിന്ന് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നടുവിൽ വരുന്നൊരു അളവാണ് നമ്മളിപ്പോൾ ഈ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിനെ ഈ ഒരു തുണിയുടെ ചീത്ത ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. തുണിയുടെ നല്ല ഭാഗത്തല്ല നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്, ചീത്ത ഭാഗത്താണ് കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്താണ് ഗമ്മുള്ളത്, അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
നമ്മൾ ക്യാൻവാസിനെ ഈ ഒരു തുണിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നൈറ്റി ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് ഈ ഒരു 3 ഭാഗത്തും ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് ഇതിനെ ഒപ്പം വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ പീസ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് നോച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഇവിടെ ഒന്ന് ഇങ്ങോട്ട് മടക്കി അടിച്ചു കൊടുക്കുക. എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സെൻറ്റർ കറക്റ്റായിട്ട് അറിയണില്ലെങ്കിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ ലൈനിങ്ങൊക്കെ വെച്ച് ചുരിദാറൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഈ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ ചെയ്യണ അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഈ ഒരു 3 ഭാഗം ഇതിനോട് ചേർത്ത് അടിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് ഞാനിപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വിടുത്തായിട്ട് നമ്മുടെ നെക്ക് വിടുത്തിനേക്കാൾ 2 ഇഞ്ചാണ് കൂടുതൽ എടുത്ത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇഞ്ചോ എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണേണ്ടത്, മറിഞ്ഞ് വരുമ്പോൾ പുറത്തേക്ക് കാണേണ്ടത്, ആ ഒരു അളവിൽ നിങ്ങൾക്കിത് കൂട്ടിയെടുക്കാവുന്നതാണ്. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവുകളൊന്നും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പീസ് എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് വരുന്നില്ലെന്ന് നോക്കണം. രണ്ടിൻ്റെ സെൻറ്ററും ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമായി ഇവിടെ നിന്ന് തുടങ്ങുക. എന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് ഈ ഒരു പോയിന്റിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മളിത് ക്യാൻവാസിന് മുകളിൽ കൂടെ അല്ല തൊട്ടടുത്ത് കൂടെയാണ് നമ്മൾ അടിച്ച് കയറുന്നത്. ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ കുത്തി നിർത്തുക. ലൈനിൽ കൂടെ താഴത്തേക്ക് അടിച്ചു പോരുകയാണ്. താഴ്ഭാഗം വരുമ്പോൾ നമ്മൾ വരച്ചുണ്ടായിരുന്നില്ല ആ ഒരു പോയിന്റിൽ ആയിട്ട് സൂചി കുത്തുക. എന്നിട്ട് ഒരു പോയിന്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. നേരെ താഴ്ഭാഗം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ശേഷം ഈ കോർണറിൽ ഒരു കട്ടിട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് മറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടേക്കൊന്ന് ചെറുതായിട്ടൊരു കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് നേരെ ഉൾഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ നേരെ ഉൾഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ എന്തെങ്കിലും ഒരു ടൂള് വെച്ച് കുത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നത്. 2 കോർണറും കറക്റ്റായിട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിനെ ബാക്ക് നല്ല രീതിക്ക് തന്നെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഇതിനെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇടുക. ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇനി നമ്മുടെ നെക്കിനെ നമ്മളിത് ഈ ഒരു രീതിക്ക് ഒന്ന്
മടക്കി വെച്ച് കൊടുക്കണം. ഈ രീതിക്കൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നെക്ക് കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പീസിനൊക്കെ നമ്മൾ ബാക്ക് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ്. അതിന് ശേഷം ഞാനിപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.